പ്രിയ സുഹൃത്തുക്കൾക്ക് ഹർഷിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തിരക്ക് പിടിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ജീവിതത്തിൽ തിരക്കുണ്ടാവുക, ഓരോ നിമിഷത്തിനെയും ക്രിയാത്മകമായി നമ്മൾ ഉപയോഗിക്കുക എന്നത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ പഠനത്തിലായിരിക്കാം, ചിലപ്പോൾ പുതിയ ജോലികളിൽ നമ്മൾ ഏർപ്പെടാം, മറ്റു ചിലപ്പോൾ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ നമ്മൾ വളരെ വ്യാപൃതരായിരിക്കും, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. നിലവിലെ ജോലിയിൽ അതൃപ്തി തോന്നിയിട്ട് കുറച്ചും കൂടെ മനോഹരമായ മറ്റൊരു പ്രൊഫഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കുറച്ച് അറിവ് കൂടുതലായിട്ട് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രികൾ കൂടിക്കോട്ടെ, അങ്ങനെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കൂടുതൽ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വിനോദയാത്രയ്ക്ക് പോവാറുണ്ട്. പല ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ അനേകം വൈവിധ്യമാർന്ന പ്രവൃത്തികളിൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താവശ്യത്തിനാണ് ഇങ്ങനെ ഒരു പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുവാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോഴൊക്കെ നമുക്ക് പറയുവാൻ 2 ഉത്തരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നതിനും കൂടുതൽ സന്തോഷം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ മനസ്സമാധാനവും കൂടുതൽ സന്തോഷവും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചോദിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ സന്തുഷ്ടവാനാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് കിട്ടുന്നുണ്ടോ എന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ മറുപടി ഒരല്പം വേദന നിറഞ്ഞത് തന്നെയായിരിക്കും. ശരിയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും, ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഞാൻ ഓടാൻ ശ്രമിച്ചിട്ടും എന്തോ എവിടെയോ ചില വേദനകൾ, എവിടെയോ ചില അതൃപ്തികൾ എൻ്റെ ജീവിതത്തിൽ നിഴലായിട്ട് തന്നെ നിൽക്കുന്നു. എന്താവാം അതിന് കാരണം? അനേകം കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. നമ്മുടെ തന്നെ വീട്ടിനകത്തുള്ള നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. അവരിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകളാകാം ഇതിനൊക്കെ കാരണം. അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു ചില കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ വിധി നമുക്ക് സമ്മാനിച്ചു പോയ ചില നിമിത്തങ്ങളാവാം, സാമൂഹ്യപരമായും പ്രകൃതിപരമായും നമുക്ക് കിട്ടിയ ചില മറ്റ് ആഘാതങ്ങളാവാം. ഇങ്ങനെ അനേകം കാരണങ്ങൾ നമുക്ക് പറയുവാൻ കാണും. പക്ഷെ ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ഒന്ന് അവലോകനം ചെയ്തിട്ട് ഈ അതൃപ്തിക്കും ഈ സന്തോഷമില്ലായ്മയ്ക്കും കാരണം എവിടെയോ എന്നിൽ തന്നെ നിൽക്കുന്ന, എൻ്റെ വ്യക്തിത്വത്തിൽ നിൽക്കുന്ന ചില പാകപ്പിഴകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പലതിനെയും നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ വിഷയം. എന്താണ് വ്യക്തിത്വമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. അപ്പോൾ ഒരു പക്വതയാർന്ന ഒരു വ്യക്തിത്വം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സന്തോഷവും മനസ്സമാധാനവും എന്നെന്നും എപ്പോഴും നിലനിൽക്കുമെന്നാണ് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഡോക്ടർ ആൾപോർട്ട് പറയുന്നത്. ആൾപോർട്ടിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലിൽ പക്വതയാർന്ന ഒരു വ്യക്തിത്വത്തിന്, ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റിക്ക് വേണ്ടത് 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് സെൻസ് ഓഫ് സെൽഫ് എന്നതാണ്. സെൽഫ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്വയം, ഒരു ബോധം, നമ്മളിലുണ്ടാകുന്ന സ്വയം എന്ന് പറയുന്ന ആ ഒരു പദം തന്നെയാണ് സെൻസ് ഓഫ് സെൽഫ്, ഒരു സ്വയം ബോധം. അപ്പോൾ എക്സ്റ്റെൻഡഡ് എന്താണ്? കുറച്ചും കൂടെ നമ്മളിൽ നിന്നും ഇറങ്ങി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ സെൻസിനെ നമ്മൾ കൊണ്ടുപോകുക എന്നതാണ്. ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മൾ അറിയുക, അവിടെ ഒരു അവയർനെസ് ഉണ്ടാവുക. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മൾ ഏത് പരിസ്ഥിതിയിലാണ്,
ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഉൾബോധം, ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സെൽഫിനെ നമ്മൾ അങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചെടുക്കുക എന്നതാണ്. നമ്മൾ തന്നെ ഒരു ഷെല്ലുണ്ടാക്കിയിട്ട് അതിനകത്ത്, ആ ഷെല്ലിനകത്ത് അടച്ചുപൂട്ടി ഇരുന്നിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ മനസമാധാനവും സന്തോഷവും ഒന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ യാതൊരുവിധ അർത്ഥവുമില്ല എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. രണ്ടാമതായി പറയുന്നത് എ വാം സോഷ്യൽ ഇൻ്ററാക്ഷൻ എന്നതാണ്. സാമൂഹ്യപരമായിട്ട് വളരെ നല്ല ഒരു ഇടപെടലുകൾ, ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ഉണ്ടാകണം എന്നതാണ്. സാമൂഹ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം മുതൽ, നമ്മുടെ മിത്രങ്ങൾ മുതൽ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവർ, കുറച്ചല്പം മാറി ജീവിക്കുന്നവർ, നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഒരു ഊഷ്മളമായ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കുക എന്നതാണ്. ഊഷ്മളമായ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണലായിട്ട് നിൽക്കുക, നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹത്തിലും പരിഗണനയിലും. 1 കൊടുത്താൽ 10 തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന ആ ഒരു വാശി നമ്മൾ പിടിക്കാതിരിക്കുക എന്നതാണ് പക്വതയാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു ലക്ഷണമായിട്ട് പറയുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയും അവരെ പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും തിരിച്ചൊന്നും തന്നെ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതിരിക്കുക. അത് കിട്ടാത്തത് കൊണ്ട് എനിക്ക് സംതൃപ്തിയില്ല, സന്തോഷമില്ലായ്മ എന്നൊരു ഭാഗത്തിലേക്കല്ല ഒരു മെച്ചേർഡ് പേഴ്സണാലിറ്റി സഞ്ചരിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഇമോഷണൽ സെക്യൂരിറ്റിയാണ്. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്. ഒരു മെച്ചേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് പക്വതയാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എങ്ങനെയായിരിക്കും? തൻ്റെ ഇമോഷൻസിനെ വളരെ സെക്യൂർഡായിട്ടുള്ള, സുരക്ഷിതമായ ഒരു അളവിലായിരിക്കും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു പേഴ്സണാലിറ്റിക്ക് 3 തലങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന ഇമോഷൻസ്, ഫീലിങ്സ് എന്ന് പറയുന്നത്. എന്തു തന്നെ അയാളുടെ മനസ്സിനകത്ത് ആ ഫീലിങ്സ് എന്ന് പറയുന്നത് വന്നാലും തൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചും താൻ ആരോടാണ് സംസാരിക്കുന്നതെന്നും തനിക്ക് വേണ്ടത്ര പാകതയാണ് ഈ സിറ്റുവേഷനിൽ വേണ്ടതെന്നും തൻ്റെ ഇമോഷൻസിനെ പക്വതയോടുകൂടി ഉപയോഗിക്കണമെന്നും അതിൽ മോശകരമായിട്ടുള്ള ഒരു കാര്യവും സംഭവിക്കരുതെന്നും തൻ്റെ ഇമോഷൻസ് കാരണം, തൻ്റെ വികാര പ്രകടനങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വേദനയോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിയെ തരം താഴ്ത്തപ്പെടുകയോ നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല എന്ന വ്യക്തമായ ഒരു ബോധം ഒരു മെച്ചേർഡ് പേഴ്സണാലിറ്റിക്ക് ഉണ്ടായിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ അമിതമായ പ്രകടനമായിരിക്കും അവർ നടത്തുക. എന്തും ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വായിൽ നിന്ന് പറഞ്ഞു തിരിക്കും. ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ എന്താണ്? പേഴ്സണാലിറ്റിയുടെ മറ്റൊരു ഡൊമൈനാണ് അല്ലേ, പെരുമാറ്റം എന്ന് പറയുന്നത്. ഏത് വിധേനയും തനിക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ തരം താഴ്ത്തുക, അയാളോട് ഇടിച്ചു കയറുക, അയാളെ കൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊരു പ്രവണതയിലായിരിക്കും ആ പെരുമാറ്റങ്ങളൊക്കെ കാണിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബന്ധങ്ങൾ കുറച്ചും കൂടെ വഷളാവുകയും നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ഊഷ്മളത പാടേ നശിച്ചുകൊണ്ട് മറ്റൊരു രീതിക്കായിരിക്കും അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്. ആ വ്യക്തി തന്നെക്കുറിച്ച് നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കും. ഞാനാണെന്നുള്ള ഒരു നല്ല ബോധം ഉണ്ടാവും. അത് അഹങ്കാരത്തിൻ്റെ രീതിക്കായിരിക്കില്ല. എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എന്നിൽ എന്തൊക്കെയാണ് നന്മകൾ, എന്തൊക്കെയാണ് തിന്മകൾ, വ്യക്തമായ രീതിക്ക് ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേ വ്യക്തത തന്നെയായിരിക്കും അയാൾ മറ്റു ബന്ധങ്ങളിലും കാത്തു സൂക്ഷിക്കുന്നത്. ആ വ്യക്തിയുടെ കുറവുകളെയും കോട്ടങ്ങളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കും, ഏത് ബന്ധമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ. അപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഇമോഷൻസിനെ വളരെ കൺട്രോൾഡായിട്ട്, സെക്യൂർഡായിട്ടുള്ള ലെവലിൽ, അതെന്ത് തന്നെ ആയാലും, സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് അമിതമായി നമ്മൾ സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ നിൽക്കുന്ന സ്റ്റേജ് വരെ മറന്നുകൊണ്ടുള്ള അമിത ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പോകുമ്പോൾ പല ആപത്തുകളും നമ്മുടെ മുന്നിൽ വന്നു ചേരും. അതെന്താണ്? നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷമില്ലായ്മയ്ക്കും കാരണമായിട്ട് മാറും. പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആയിരിക്കും അയാൾക്കുണ്ടാവുക. തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് വളരെ യാഥാസ്ഥിതിക ബോധ്യം അയാൾക്കുണ്ടാകും. താൻ എന്താണ്,
താൻ നിൽക്കുന്നത് എവിടെയാണ്, എൻ്റെ ചുറ്റുപാടിൽ ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം, എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എനിക്ക് പ്രയാസം തരുന്നത് തന്നെയായിരിക്കാം. പക്ഷെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ആ സിറ്റുവേഷൻ അയാൾ അംഗീകരിക്കുകയും വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അതിനെ മറികടക്കുവാൻ ഞാൻ ശ്രമിക്കണം, എന്തൊക്കെയാണ് എന്നിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, ഏത് രീതിക്ക് വേണം ഞാൻ ഈ പ്രയാസകരമായ സിറ്റുവേഷനെ മറികടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാതെ എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല വഴികളിലേക്ക് എനിക്ക് പോവേണ്ടത് എങ്ങനെയാണെന്നുള്ള വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അയാൾക്ക് സാധിക്കും. ഈ വ്യക്തി ഒരു ഉട്ടോപ്യൻ വേൾഡിലായിരിക്കില്ല നിൽക്കുന്നത്. വളരെ ഫാൻറ്റസിയായ, വളരെ ഇമാജിനേഷനുള്ള, ഭാവനകൾ കലർന്ന ലോകത്തിരുന്നു കൊണ്ട് വളരെ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, കയ്പ് നിറഞ്ഞതാവട്ടെ, വേദനയുള്ളതാവട്ടെ, അതിനെ അംഗീകരിക്കുവാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു പിന്തിരിഞ്ഞോട്ടമായിരിക്കില്ല ഈ വ്യക്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്ര വേദനയുള്ള റെസ്പോൺസിബിലിറ്റി ആയാലും അതിനെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ അതിനെ ഉൾക്കൊണ്ട് മുന്നിലേക്ക് പോകുവാനുള്ള ഒരു അർജ്, ഒരു ഇന്നർ അർജ് അയാളിൽ എപ്പോഴും പ്രകടമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്. തന്നെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ആ വ്യക്തി മനസ്സിലാക്കും. താൻ എവിടെയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവരിൽ എങ്ങനെയാണ് പോകുന്നത്, എന്തൊക്കെ കുറവുകളിലാണ് ഞാൻ ഇവിടെ മാറ്റി എടുക്കേണ്ടത്, എൻ്റെ നേട്ടങ്ങളെ എങ്ങനെയാണ് കുറേ കൂടെ, എൻ്റെ പോസിറ്റീവ്സിനെ എങ്ങനെയാണ് ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. നല്ല ഹ്യൂമർ സെൻസും കാണും കേട്ടോ ഇവർക്ക്. അതായത് മറ്റുള്ളവർ ഇവരെ വേദനിപ്പിക്കുവാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുവാനോ ഒക്കെ ശ്രമിച്ചാലും വളരെ പക്വതയോടുകൂടി ഇവർ കാര്യങ്ങളെ നേരിടുമെന്നുള്ളതാണ്. അവർ എത്ര തന്നെ കളഞ്ഞു പരിശ്രമിച്ചാലും അവരുദ്ദേശിക്കുന്ന ഫലം ഇവിടെ നടക്കില്ല. കാരണം വളരെ സമചിത്തതയോടുകൂടി തന്നെ അവർ അതിനെ കാണുകയും, അവർ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കുറ്റങ്ങളാണ് ഇവർ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സ്വയം തന്നെ ഒന്ന് ആഴത്തിലൊന്ന് അളന്നു നോക്കും. ഈ പറയുന്ന കുറ്റങ്ങൾ എന്നിലുണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട കാര്യം, അതിനേക്കാളേറെ നല്ല ഗുണങ്ങൾ എന്നിലുണ്ടല്ലോ എന്ന് അയാൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ അയാൾ തന്നിലേക്ക് തന്നെ ഒരു ഇൻസൈറ്റ് തന്നിലേക്ക് തന്നെ എടുത്ത് തന്നെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതുപോലെ തന്നെ മറ്റു വ്യക്തികളെയും തമാശ രൂപത്തിൽ പോലും കളിയാക്കുകയോ ആ കളിയിൽ ഒരു വേദന അവർക്ക് നൽകുവാനോ ഇയാൾ ശ്രമിക്കില്ല എന്നതാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സഹിഷ്ണുതാ മനോഭാവം, ടോളറൻസ് ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. ഇവർ പെട്ടെന്നൊന്നും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല എന്നതാണ്. ഇവർക്ക് ആരോട് ശത്രുത ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലരുമായിട്ടും ഉണ്ടാകാം. തൻ്റെ ബന്ധുക്കളോടുണ്ടാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടുണ്ടാവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യവസ്ഥിതികളോടുണ്ടാവാം. ഇതൊക്കെ അവർക്ക് അവരുടെ സ്വതന്ത്രമായ അഭിപ്രായം അവർ പറയുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ ആ വ്യത്യാസം ഉണ്ടായി എന്നത് വെച്ചുകൊണ്ട് മറ്റുള്ളവർ ഇവരുടെ ശത്രുവായിട്ട് മാറുന്നില്ല. തൻ്റെ അഭിപ്രായത്തിന് എതിരായി വേറൊരാൾ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തി ഇവരുടെ ശത്രുവായിട്ട് മാറുന്നില്ല. അത് ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, ആ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമാണ് അവരത് പറഞ്ഞത് എന്ന് തുറന്ന മനസ്സോടുകൂടി ഇവർക്ക് അംഗീകരിക്കുവാനും, ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവരുടെ മനസ്സിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ അവരോടുണ്ടാകുന്ന ഒരു വല്ലായ്മ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷവും ഒരുപോലെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യും. മറ്റുള്ളവരെ വളരെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി, അതായത് അവരിൽ എന്ത് കുറവായാലും എന്ത് തന്നെ കോട്ടങ്ങൾ അവരിൽ ഉണ്ടായാലും ആ കോട്ടങ്ങളിലായിരിക്കില്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരിലുണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് കാണുന്നതെങ്കിൽ ആ പോസിറ്റിവിറ്റിക്കായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. ആറാമതായിട്ട് പറയുന്നത് ഒരു യൂണിഫൈങ് ഫിലോസഫി, വാല്യൂസ് ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ്. വളരെ കൃത്യമായ ലക്ഷ്യബോധം ഇവർക്കുണ്ടാകും. എന്ത് തന്നെ തടസ്സങ്ങൾ വന്ന് വീഴട്ടെ, ഏത് പ്രതികൂലമായ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ വന്നു വീണാലും ആ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ എല്ലാം തന്നെയും അനുകൂലമാക്കി മാറ്റുവാൻ, വളരെ സ്യൂട്ടബിളായ ഒരു സർക്കംസ്റ്റാൻസസ് ആക്കി മാറ്റുവാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നതാണ്. എവിടെ വേണമെങ്കിലും തങ്ങളുടെ വേരുകളെ പായിക്കുവാൻ ഇവർക്ക് സാധിക്കും. എവിടെയാണോ ജീവിതത്തിൻ്റെ നല്ല നിലനിൽപ്പുകളിലേക്ക് താൻ എത്തിപ്പെടേണ്ടത് അവിടേക്ക് അനായാസേന പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നതാണ്. നല്ല ഒരു വാല്യൂ സിസ്റ്റം ഇവരിൽ ഉണ്ടാകും.
നല്ല ഒരു ലക്ഷ്യബോധത്തിന് ജീവിതത്തിന് എപ്പോഴും വാല്യൂ സിസ്റ്റം വളരെ ആവശ്യമാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന പല പ്രലോഭനങ്ങളിലും നമ്മൾ പെട്ടുപോയി അതിൻ്റെ പുറകെ നമ്മൾ പോകുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു വാല്യൂ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലെ വളരെ അടിത്തറയുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പക്വതയാർന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തിക്ക് ഇത് വളരെ അനായാസേന തൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കും. ഏത് കഷ്ടപ്പാടിലും, ദാരിദ്ര്യമായാലും ദുഃഖമായാലും, എത്ര തന്നെ കഷ്ടത പിടിച്ച ഒരു സിറ്റുവേഷനാണ് ജീവിതത്തിൽ വന്നാലും തൻ്റെ വാല്യൂസിനെ വിട്ടുകൊടുത്തുകൊണ്ട്, തൻ്റെ ഫിലോസഫിയെ വിട്ടുകൊടുത്തുകൊണ്ട് വളരെ എളുപ്പമാർഗത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താം എന്ന് പറഞ്ഞ് അവർ പോകാറില്ല. കഠിനമായ പാതകളിൽ കൂടെ തന്നെ മുന്നിലോട്ട് നീങ്ങിക്കൊണ്ട് അവിടെ തൻ്റെ വിജയത്തെ അടിച്ചുറപ്പിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചില വ്യക്തികളെ കുറിച്ച് കേൾക്കാറില്ലേ, ജീവിതത്തിൻ്റെ അതികഠിനമായ സാഹചര്യങ്ങളിൽ പോലും വളരെ കൃത്യമായ ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ ഉയർച്ചകൾ, പടവുകൾ കയറി വന്നവരെ കുറിച്ച്, ആത്യന്തികമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിച്ചവരെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ. പക്വതയാർന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് അവർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷക്കുറവ് അല്ലെങ്കിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ നമ്മൾ കാണിക്കുന്ന അത്രയും ഒരു ത്വരയുണ്ടല്ലോ, അത് നമ്മളിലേക്ക് തന്നെ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവും എൻ്റെ വ്യക്തിത്വത്തിൽ ഇന്ന അപാകതകൾ ഉണ്ട് എന്നത്. ഈ അപാകതകളെ നമുക്ക് തീർച്ചയായും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ചീത്ത പേഴ്സണാലിറ്റി തന്നെ ആവട്ടെ, അവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് പ്രധാനമായും 4 എണ്ണമാണ്. ഒന്ന്, ഹെറിഡിറ്റി, അതായത് പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ചില സ്വഭാവ സവിശേഷതകൾ, ജനറ്റിക്കായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്തു വരുന്ന ചില സ്വഭാവ സവിശേഷതകൾ. മറ്റൊന്ന്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, അതായത് നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ അവരുടെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന റൂൾ എന്താണ് നമ്മൾ കണ്ടുപഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. കുടുംബത്തിൽ ഊഷ്മളത ഉണ്ടായിരുന്നു, അതോ എപ്പോഴും കുറവുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലാണോ അവിടെ ഉണ്ടായിരുന്നത്? ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബപരമായി നിൽക്കുന്ന പല കാര്യങ്ങളും, ഫാമിലിക്കകത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാറുണ്ട്. മറ്റൊന്ന്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. ആ വ്യക്തി പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ്, സോഷ്യലി ഉണ്ടാകുന്ന മറ്റ് എൻവയോൺമെൻറ്റ്സ്, സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഇയാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാറുണ്ട്. 4-മതായിട്ട് പറയുന്നത് സിറ്റുവേഷണൽ ആസ്പെക്ട്സ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതരം സിറ്റുവേഷൻസ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, അതും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ സമഗ്രമായ മാറ്റങ്ങൾ, ചിലപ്പോൾ നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ പ്രധാനമായും 3 കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കറക്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏത് സിറ്റുവേഷനാണ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് പക്വതയാർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് കിട്ടിയ തിക്തമായ പാഠങ്ങളായിക്കോട്ടെ, വേദനകളാവട്ടെ, എന്തു തന്നെ ആയാലും അതിൻ്റെ നല്ല വശങ്ങളായിരിക്കാം നമ്മൾ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ പാരമ്പര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ചികിത്സ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ആ വ്യക്തി കാണിക്കുന്നതെങ്കിൽ. അപ്പോൾ വ്യക്തിത്വം എന്താണെന്നും, ഒരു നല്ല വ്യക്തിക്ക് ഉണ്ടാവേണ്ട വ്യക്തിത്വത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണാം. അതുവരെ വളരെ സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി വിടാം.